കരുണാനിധിയായ ദൈവമേ, ഇന്നത്തെ ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 35-ാം ദിവസത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്പുരാനെ നിന്റെ സന്നിധിയിൽ തുറക്കുന്നു. നിന്റെ തിരുവചനം, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം തമ്പുരാനെ ഞങ്ങളെ പുതുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ വിശുദ്ധ നോമ്പ് ദിന ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന തിരുവചനമാണ്. എത്ര മനോഹരമായ ഒരു തിരുവചനമാണ് ഇതെന്നറിയാമോ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 35-ാം ദിവസം ആത്മീയ യാത്രയുടെ നടുവിൽ നാം നിൽക്കുകയാണ്. ക്ഷീണമുണ്ടാകാം, പലവിധങ്ങളായ സംശയങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ വളരെ വ്യക്തമാണ്. ജയം നമ്മുടെ ശ്രമത്തിൽ മാത്രമല്ല, അത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ! മനുഷ്യന്റെ പോരാട്ടവും ദൈവത്തിൻ്റെ ജയവും, അതാണ് ഈ വാക്യത്തിലൂടെ നാം കാണുന്നത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ജീവിതം ഒരു പോരാട്ടമാണ്. പാപത്തോട് പോരാട്ടം, ആസക്തികളോട് പോരാട്ടം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പോരാട്ടം. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യത്തിൽ നാം കാണുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്നാണ് അവിടെ നാം കാണുന്നത്. നാം തോൽക്കുന്നിടത്ത് ക്രിസ്തു ജയിക്കുന്നു. നാം വീഴുമ്പോൾ അവൻ നമ്മെ ഉയർത്തുന്നു. ഹല്ലേലൂയ! ക്രൂശിൻ്റെ വഴി തോൽവിയല്ല, അത് വിജയമാണ്. ക്രൂശ് ലോകത്തിന് തോൽവി പോലെ തോന്നി, പക്ഷേ ദൈവത്തിന് അത് വിജയമായിരുന്നു. ഹല്ലേലൂയ! കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്നാണ്. കർത്താവിന്റെ ക്രൂശ് നമ്മെ പഠിപ്പിക്കുന്നത് വേദനയിലൂടെ വിജയം, വിനയത്തിലൂടെ മഹത്വം, മരണം വഴിയായി ജീവൻ. ഹല്ലേലൂയ! ഈ വിശുദ്ധ നോമ്പ് ജയം നേടുവാനുള്ള ഒരു ആത്മീയ ആയുധമാണ്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വലിയ നോമ്പ് ഒരാചാരമല്ല, ഇതൊരാത്മീയ യുദ്ധമാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ വിശുദ്ധ നോമ്പ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ ആഴം, ആത്മനിയന്ത്രണം, ദൈവസന്നിധിയിലേക്കുള്ള അടുപ്പം എന്നിവയിലൂടെ നമ്മെ ഈ വിശുദ്ധ നോമ്പ് ശക്തിപ്പെടുത്തുന്നു. വീഴ്ചയിൽ നിന്നും ജയം. നാം പലപ്പോഴും വീഴുന്നു, പക്ഷേ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അവൻ വീണാലും നിലംപരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു എന്നാണ് സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ പിടിച്ചു നിർത്തുന്നു. അതൊരു പുനരുദ്ധാന പ്രത്യാശയാണ്.
അവസാന ജയം. അതാണ് ഈ വിശുദ്ധ നോമ്പ് യാത്രയുടെ ലക്ഷ്യം. പുനരുത്ഥാനം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മരണം അതൊരവസാനമല്ല, വേദന അന്തിമമല്ല, ജയം ഉറപ്പാണ്. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ 35-ാം ദിവസമായി ഇന്ന് നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മുടെ ഹൃദയം പരിശോധിക്കുക, പാപത്തിൽ നിന്ന് തിരിയുക, കൂടുതൽ പ്രാർത്ഥിക്കുക, ക്ഷമിക്കുവാൻ പഠിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കെ പോലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനീതരായി നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും നിന്നെ ദുഃഖിപ്പിച്ച എല്ലാവിധങ്ങളായ പാപങ്ങൾക്കും ഞങ്ങൾ ഹൃദയത്തിൽ നിന്നിപ്പോൾ തിരുസന്നിധിയിൽ അനുതപിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരവും ഞങ്ങളുടെ അവഗണനയും ഞങ്ങളുടെ ആത്മീയ അലസതയും ഞങ്ങളുടെ ക്ഷമിക്കാത്ത മനസ്സും ഇവയെല്ലാം നിന്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ വയ്ക്കുന്നു. ക്രൂശിൽ അവിടുന്ന് ചൊരിഞ്ഞ ആ വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നീക്കി ഞങ്ങളെ പുതുക്കി സൃഷ്ടിക്കണമേ. കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.